ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമല്ലേ? എനിക്കിവിടെ സുഖമാണ്. അപ്പോൾ ആദ്യമായിട്ട് ഒരു കാര്യം പറഞ്ഞോട്ടെ, ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, ലൈക്ക് ചെയ്യാനും മറന്നു വിടരുത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ മതിലിൻ്റെ മുഖത്ത് കയറി ഐഷുമോള് വാഴയിലേക്ക് പറിക്കുന്നുണ്ട്. വാഴയില പറിക്കണ കാണുമ്പോൾ തന്നെ ഏകദേശം കുറച്ച് പേർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടാവും, പൊതിച്ചോറ് ഉണ്ടാക്കാനാണ്. അപ്പോൾ അതാ പിള്ളേരെ കഴിപ്പിക്കാൻ എന്തെങ്കിലുമൊക്കെ ഒരു വഴിയുണ്ട്, അതിനാണ് ഇന്നത്തെ വീഡിയോ. അതായത് ഒന്ന് ഉച്ച സമയമുണ്ട്, ഉച്ചക്ക് 1 മണിയായിട്ടുള്ള വീഡിയോ ആണ്. അതായത് എക്സാമൊക്കെ കഴിഞ്ഞ് ഉച്ചക്ക് വന്നതിന് ഇവർ ചോറ് തീറ്റിക്കാൻ എന്ത് ചെയ്യും എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഒരു ഐഡിയ ഇട്ടത്. ഇവർക്ക് പൊതിച്ചോറ് അതുപോലെ ചട്ടിച്ചോറൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അങ്ങനെ കുടിക്കുകയാണെങ്കിൽ ഭക്ഷണം കഴിച്ചോളും, ചോറ് കൊടുത്തോളും, വലിയ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല, അവരതൊക്കെ കൂട്ടി കഴിച്ചോളും. നമുക്ക് കറികളൊക്കെ എല്ലാം കൂട്ടിക്കൊഴിച്ച് കഴിപ്പിക്കാനുള്ളൊരു ഐഡിയയും. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും കൊടുത്താൽ എനിക്കത് വേണ്ട, എനിക്കിത് വേണ്ട, എനിക്കിത് ഇഷ്ടമല്ല, അതിഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ മാറ്റി വെക്കും. ഇതാകുമ്പോൾ പൊതിയിലൊക്കെ കെട്ടി ഒരു രസത്തിന് സന്തോഷത്തോടെ കഴിച്ചോളും. പണ്ട് മുതലേ കുറേ നാൾ വെക്കേഷൻ ആയപ്പോഴും ഇതൊക്കെ സ്ഥിരം ഇങ്ങനെയാണ് കേട്ടോ. ഉച്ചക്ക് ചോറിന് മടിയാകുമ്പം വേഗം പോയി ഒരു വാഴയിലൊക്കെ വെട്ടിക്കൊണ്ടുവന്ന് സദ്യ പോലെയൊക്കെ വിളമ്പത്തിനും, അല്ലെങ്കിൽ ഇങ്ങനെ പൊതിച്ചോറ് കിട്ടും, അതുപോലെ കിഴിപ്പോട്ട്, അങ്ങനെ കുറച്ചിങ്ങനെ അങ്ങനെയുള്ള അങ്ങനെയൊക്കെ ഇഷ്ടമാണ്. അതുപോലെ ചട്ടിയിൽ ചോറ് വെച്ച് കൊടുക്കുകയാണെങ്കിൽ അതൊക്കെ ഇഷ്ടമാണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ ചിലപ്പോൾ ചെയ്ത് കൊടുക്കൂട്ടാ. അപ്പോൾ നമുക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറ്റിച്ചിട്ടാണെങ്കിലും നമുക്ക് നിങ്ങളോട് ഭക്ഷണം കഴിപ്പിക്കണ്ടേ. അല്ലെങ്കിൽ എന്നുണ്ടെങ്കിൽ ഭക്ഷണമൊക്കെ കഴിക്കാൻ ഭയങ്കര പാടാണ്. പ്രത്യേകിച്ച് ഐശ്വമുളയൊക്കെ എന്ന് വെച്ചാൽ പച്ചക്കറി ഒന്നും കഴിക്കൂല, അതുപോലെ മുട്ട കഴിക്കൂല, മീൻ കഴിക്കൂല, ഇറച്ചി എന്തോ കഴിക്കൂല എന്ന് വെച്ചാൽ ഒട്ടും കഴിക്കൂല എന്നല്ല, ഇത്തിരിച്ച് മരിയൊക്കെ ഒന്നും കഴിക്കില്ല. അപ്പോൾ അവരെയൊക്കെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെയൊക്കെ കാണിച്ചു കൊടുത്താലേ അതൊക്കെ കഴിക്കുകയുള്ളൂ. അല്ലാതെ തന്നെ കഴിപ്പിക്കാമെന്ന് പറഞ്ഞാൽ വലിയ പാടാണ്. അപ്പം ഇന്ന് ഞൗഫു കടയിൽ പോയി. അപ്പം ഞങ്ങൾ 4 പേരുണ്ട്. നിങ്ങൾക്ക് 4 പേരും കൂടി വാഴയിലേക്ക് എടുത്ത് സെറ്റാക്കിയിട്ടുണ്ട്. ആദ്യമോനും വാഴ എടുത്തിട്ടുണ്ട്. ഇനി ആദ്യമോനായിട്ട് ഉറപ്പിക്കേണ്ടല്ലോ എന്ന് പറഞ്ഞത് ആദ്യമോനും വാഴയൊക്കെ എടുത്തിട്ടുണ്ട്. ഇതുപോലെയൊക്കെ എടുത്ത് വാട്ടിക്കൊഴിച്ച് എടുത്തുവാണ്. സംസാരിക്കാൻ പറ്റില്ല, നാക്കിൽ നല്ലൊരു കുരുവുണ്ടായിട്ട് വേദനിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് സംസാരിക്കാൻ പറ്റുന്നില്ല. വാഴയിലൊക്കെ വാട്ടി ക്ലിയറാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങളെങ്ങനെ പിള്ളേരെ കൊണ്ട് ഭക്ഷണം കഴിപ്പിക്കുക, അങ്ങനെ അവരൊക്കെ ഇഷ്ടമുള്ള രീതിയിൽ ചെയ്തു തന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പറയണേ. നമുക്കതുപോലെയൊക്കെ ഒന്ന് ഐഡിയ ചെയ്ത് കൊടുക്കാനാണ്. ഞാൻ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഐഡിയ കാണിച്ചു വെക്കും അവർക്ക്. ചില സമയത്ത് അവർക്ക് ഇഷ്ടപ്പെടില്ല, പക്ഷെ നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഒന്ന് ചെയ്ത് നോക്കണേ കുഴപ്പമൊന്നുമില്ലല്ലോ. അതുപോലെ പച്ചക്കറി ഇലക്കറികളൊക്കെ കഴിപ്പിക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അവരുടെ ശരീരത്തിലേക്ക് പോവില്ല. ചിലപ്പോൾ ജ്യൂസായിട്ടോ ഓംലെറ്റ് ആയിട്ടോ അതിൻ്റെ അകത്തൊക്കെ ഇട്ടും ഒക്കെ അവരറിയാത്ത രീതിയിൽ നമ്മൾ അവരെ പറ്റിക്കാം. അല്ലാതെ രക്ഷയില്ല. ഇവിടുത്തെ പിള്ളേരൊന്നും വാഴയിലെല്ലാം വാട്ടിയെടുത്ത് ഗ്യാസ് ഓഫായിപ്പോയി. പിന്നെ വാട്ടിക്കൊണ്ടിരുന്നപ്പോഴാണ് ഗ്യാസ് ഓഫായിപ്പോയി അറിഞ്ഞില്ല. അപ്പോൾ പിന്നെ ഗ്യാസില്ലാണ്ട് ഞാൻ വാഴയില എടുത്തുകൊണ്ടിരിക്കണം. വാഴയില വാട്ടിക്കൊണ്ടിരിക്കുന്നത്. വാഴയില നന്നായിട്ട് വാട്ടിയെടുക്കുക, വാട്ടിയെടുത്തില്ലെങ്കിൽ പൊട്ടിപ്പോവും. അപ്പോൾ അതേ വാഴയിലേക്ക് വാട്ടിയെടുത്തിട്ടുണ്ട്. വേദനിക്കുന്നു വാക്ക്, അതുകൊണ്ട് പറയാൻ പറ്റുന്നില്ല. ഇനി എന്താണ്, കറികളൊക്കെ 3-4 സൈസ് കറികളൊക്കെ ഉണ്ട്. കറികളൊക്കെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ നല്ല ഉച്ചയായപ്പോഴാണ് ഇവർ സ്കൂൾ വിട്ട് വന്നപ്പോൾ പുറത്ത് ഇനി എന്ത് ചെയ്യും, കറിയൊക്കെ എന്തെങ്കിലും. പക്ഷേ ഇവർക്ക് ചോറിൻ്റെ പ്ലേറ്റിൽ ചോറായിട്ട് ഇതെല്ലാം കറികളൊക്കെ കൊണ്ട് കൊടുത്തു പറയുമ്പോൾ എനിക്കിത് വേണ്ട ഉമ്മി, എനിക്ക് ചോറ് വേണ്ട ഉമ്മി എന്നൊക്കെ എടുത്ത് പറയും. ചോറ് വേണ്ട എന്നൊക്കെ പറയും. പിന്നെ ഞാൻ ഒച്ചെടുക്കാൻ നിൽക്കണം, ബഹളം വെക്കാൻ നിൽക്കണം, പടിയെടുക്കണം, തല്ലാൻ നിൽക്കണം. അത് ആ പഠനം വേണ്ടല്ല എന്ന് ഓർക്കുമ്പോൾ ഇതെന്ന് വെച്ചാൽ ഇതിനും മെനക്കേടാണ്. വാഴയിലെടുക്കണം, വാട്ടിയെടുക്കണം, അത് പൊതിഞ്ഞ് കെട്ടണം, പിന്നെ ഇതൊക്കെ വേണം. പാത്രം കഴിയണ്ട, വാഴയിൽ വേണ്ട ഇത്രയും പണിയൊക്കെ ചെയ്യാൻ എനിക്കണ്ടേ. ഞാനൊരു ഉച്ചമടിച്ചിയും കൂടി ആയതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ പക്ഷേ വാഴയിൽ പൊതിഞ്ഞ് തിന്നെയാണ് സുഖം. പോയി പ്ലേറ്റിൽ തിന്നാലും കിട്ടൂല മക്കളെ, അത് ശരിയല്ലേ? എല്ലാവർക്കും, മലയാളികളായ എല്ലാവർക്കും വാഴയിൽ തിന്നാൻ തന്നെയാണ് ഇഷ്ടം അല്ലേ? എനിക്കും അതെ, നിങ്ങൾക്കും അതെ, എനിക്കറിയാം. നിങ്ങൾക്കും അങ്ങനെയൊക്കെ തന്നെയാണെന്ന് എനിക്കറിയാം. അപ്പോൾ അതായത് വാഴയിൽ കിട്ടാത്ത ഒരുപാട് പേരുണ്ട്. പക്ഷെ നമ്മുടെ ഇവിടെ നമുക്ക് അപ്പുറം ഇപ്പുറമൊക്കെ വാഴയുണ്ട്. അതുകൊണ്ട് വാഴയിൽ ക്ഷാമമൊന്നുമില്ല. വാഴയിലേക്ക് അത്യാവശ്യം ഉണ്ടതുകൊണ്ട് ഒരു കുഴപ്പമില്ല കേട്ടോ. അങ്ങനെ തോന്നുമ്പോൾ കിട്ടിയൊക്കെ ചെയ്യും. ഞാൻ ചില സമയത്തൊക്കെ ഓർക്കാറുണ്ട്, ഈ ഫ്ലാറ്റിലൊക്കെ പോയി താമസിക്കുന്നവരുണ്ടല്ലോ, ഇങ്ങനെ അവർക്കൊക്കെ ഇങ്ങനെയൊക്കെ ഒരു വാഴയിൽ തിന്നാൻ അങ്ങനെയുള്ള നമുക്കൊരു പെട്ടെന്ന് ഇതുപോലത്തുള്ള ആവശ്യങ്ങൾക്കൊന്നും പറ്റില്ല. ഫ്ലാറ്റിലെ ജീവിതമൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു ബോറ് പോലെയിട്ടൊക്കെ തോന്നുന്നത്. കാരണം ഞാനൊക്കെ എന്ന് വെച്ചാൽ ഈ ചെറുപ്പം പോലെ ഇങ്ങനെ ഒരുപാട് സ്ഥലവും ഇതൊക്കെ ആയിട്ടുള്ള നടക്കണോണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ
ഫ്ലൈറ്റിലൊക്കെ ഒരു ബുദ്ധിമുട്ട് പോലെ നമുക്ക് തോന്നണം. കാരണം ഇതെല്ലാം ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്യണം എന്നുള്ളൊരു തോന്നലാണ്. അപ്പം ഇന്ന് എന്താ കറികളെന്ന് നോക്കാം. കേര പൊരിച്ചതുണ്ട്, ഇത് എന്താണ് ചക്കക്കുരു തക്കാളിയും കൊണ്ട് തേങ്ങ അരച്ച് വെച്ച് ക്യാബേജ് ചിക്കിയത്, കേരക്കറി ഇനിയുണ്ട്. ഇനിയുള്ളത് നമുക്കൊരു ചമ്മന്തിയും കൂടി വേണ്ടേ. വാഴയിൽ പൊതിയെന്ന് പറയുമ്പോൾ ഒരു ചമ്മന്തിയെ കൂടി വേണം. അപ്പോൾ ചമ്മന്തിക്ക് ഇത് തേങ്ങായും കാന്താരി മുളകും വേപ്പിലയും ഇഞ്ചിയും പിന്നെന്താണ് ചുവന്നുള്ളിയും ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി വേണ്ടത് കുറച്ച് പുളി, വാളംപുളി ഇല്ലേ, വാളംപുളി ഇത് കേൾക്കുമ്പോഴേ വായിന്ന് വെള്ളം വരുന്നു. ചെറുപ്പത്തിലേക്ക് എന്തോ ഒരു വാളംപുളിയാണെന്ന് തിന്നേക്കണം. ഇപ്പം തിന്നാൻ പറ്റൂല, വലിയ പുളിക്കും. പക്ഷെ വാളംപുളി ഇത് കേൾക്കുമ്പോൾ തന്നെ വായിന്ന് വെള്ളം വരും, അത് വേറെ കാര്യം. പിന്നെ ഉപ്പിട്ട് കൊടുക്കാം, പിന്നെ മുളക് പൊടി എത്രയും കൂടി ഇട്ട് നമുക്ക് ഒരു ചമ്മന്തി അരക്കാം. കല്ലിട്ട് ചമ്മന്തി അരക്കണതിൻ്റെ സുഖം വേറെ ഒന്ന് തന്നെയാണ്. പക്ഷേ ഇവിടെ കല്ലില്ല, അപ്പം നമുക്ക് മിക്സിയിട്ട് തന്നെ എടുക്കണം, വേറെ വഴിയൊന്നുമില്ല. പണ്ട് ഞാൻ എൻ്റെ കല്യാണത്തിനൊക്കെ മുമ്പ് കണ്ടുപിട്ടി കല്ലിൽ അരച്ചെടുക്കുമായിരുന്നു, എനിക്കിഷ്ടമായിരുന്നു കേട്ടോ. അപ്പം ഞാനിതുപോലെ ഇല്ലേ, നമ്മുടെ മീൻ കറിക്കൊക്കെ തേങ്ങ എടുക്കുമല്ലോ, മീൻ കറിക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും തേങ്ങ അരച്ച കറിക്കൊക്കെ വേണ്ടി തേങ്ങ എടുക്കുമ്പോൾ ഉണ്ടല്ലോ, ബാക്കി നമുക്ക് തേങ്ങ ഞാനാണ് ചിരണ്ടിടുമ്പോൾ കൂടുതലായി പോകും. അപ്പോൾ ഉമ്മ പറയും ഇത്രയും തേങ്ങ വേണ്ട അരക്കാനെന്ന് പറയും. അപ്പോൾ ബാക്കി കുറച്ച് തേങ്ങ ഉണ്ടാവുമല്ലോ, അപ്പോൾ ആ തേങ്ങ വെച്ച് ചമ്മന്തി എടുക്കും. എന്നിട്ട് ആ ചമ്മന്തി അരച്ച് ആദ്യം മാറ്റിയിട്ട് അതിലേക്ക് കുറച്ച് ചോറൊക്കെ കല്ലിൽ പുരട്ടി അതിങ്ങനെ പിടിച്ച് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാവും. നൊസ്റ്റാൾജി അങ്ങനെയൊക്കെ കഴിച്ചവരൊക്കെ ഉണ്ടാവില്ല. ഞാനൊക്കെ എന്തായാലും അങ്ങനെ കഴിച്ചിട്ടുണ്ട്, നല്ല ടേസ്റ്റാണ് അത്. എൻ്റെയൊക്കെ ടേസ്റ്റ് ഇപ്പോൾ എന്നാലും മിക്സിയിട്ട് എടുക്കേണ്ട ചമ്മന്തിക്കൊന്നും കിട്ടാറില്ല. എന്നാലും നമുക്കൊരു ചമ്മന്തി അരക്കാം. ഇതുപോലെ ആദ്യം എല്ലാം കൂടി ഒന്ന് പച്ചമുളകും ഇഞ്ചിയും വേപ്പിലെല്ലാം കൂടി ആദ്യം ഒന്ന് ചതച്ചെടുത്തിട്ടാണ് പിന്നെ നല്ലപോലെ അരച്ചെന്ന് എടുക്കണം. അല്ലെങ്കിൽ ഇങ്ങനെ തിരിച്ച് ചമ്മന്തി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി അത് പ്ലേറ്റിലേക്ക് ഇട്ടിട്ട് മൊത്തത്തിലൊന്ന് കുഴച്ചെടുക്കുക. അല്ലെങ്കിൽ എല്ലായിടവും ഉപ്പും ചുവയ്ക്ക് എത്താത്ത പോലെ ഇന്ന് കണ്ട മേലിലേക്ക് എന്തുപോലെ നമുക്കിത് മൊത്തത്തിൽ ഒന്ന് കുഴച്ചെടുക്കാം. പ്ലേറ്റിലേക്ക് ഇട്ട് കുഴച്ചത് ഇങ്ങനെ മൊത്തത്തിലൊന്ന് കുഴിച്ചെടുത്ത് കഴിഞ്ഞാൽ സത്യത്തിൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതുവിനും ഭയങ്കര ഇഷ്ടപ്പെട്ടു, ഐശുവിനും ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ എൻ്റെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പൊതിച്ചോറുണ്ടാക്കാം. അപ്പോൾ ഇതുപോലെ ഉരുട്ടിട്ട് കല്ലിട്ട് ഇങ്ങനെ കല്ലിട്ട് ഉരുട്ടൂലേ, ഇത് രസമായിരുന്നല്ലോ അതൊക്കെ. എനിക്ക് ചിലപ്പോൾ തോന്നാറുണ്ട് കേട്ടോ കല്ലിട്ടൊക്കെ ഒന്ന് അരച്ചെടുക്കാമെന്ന്. പാവം ഞാനിട്ട് ഉരുട്ടും, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇടയ്ക്കൊന്ന് ടേസ്റ്റൊക്കെ നോക്കിയായിരുന്നു. ഇനി നമുക്ക് വാഴയിലേക്ക് കറിയൊക്കെ എല്ലാം ചോറൊക്കെ എടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ അത് ഞാൻ ഒരു കറി മറന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ, അത് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് എന്താന്ന് പറയണ്ട. വാഴയിലേക്ക് എടുത്തു, കറികളെല്ലാം വെച്ചിട്ടുണ്ട്. ഇനിക്ക് ആദ്യമായിട്ട് എന്താണ് വേണ്ടത്, ചോറ് വിളമ്പാം. ഇത് ശരിക്കും 2 ദിവസം മുമ്പുള്ള വീഡിയോ ആണ് കേട്ടോ, ഞാൻ ഷോർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ. അപ്പോൾ നമുക്ക് അതിനിടക്ക് കുറച്ച് പെൻഡിങ്ങൊക്കെ വന്നു, അതുകൊണ്ട് അന്ന് ഇടാൻ പറ്റിയില്ല. അപ്പോൾ ഇനി 2 കേര പൊരിച്ചൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്, ചോറിട്ട് കൊടുത്തിട്ടുണ്ട്. ചോറ് പിള്ളേർ ഇത്രയൊക്കെ തിന്നോളൂ കേട്ടോ, അതുകൊണ്ട് വെറുതെ ഇത് തന്നെ കൂടുതലാണ്. പിന്നെ അത് കറിയൊക്കെ സൈഡിൽ കുറച്ച് തക്കാളിയും ചക്കക്കുരുവും കൂടി തേങ്ങ അരച്ച് വെച്ചത്. പിന്നെ അടുത്തത് എന്താണ്, കേരക്കറി. കേര നല്ല മുളകൊക്കെ നല്ല സൂപ്പർ ടേസ്റ്റിലേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, നല്ല കേരക്കറിയാണ്. ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ട് ഞാൻ തന്നെ പുകഴ്ത്തുന്നു. എന്തൊരു വിട്ടിത്തരം. ഇനി ക്യാബേജ് തോരൻ. ഇനി എന്താ 1 2 3 4 കറികളായി. ഇനിയുള്ള ചമ്മന്തി. നമുക്ക് ഇതിനകത്ത് നിങ്ങൾക്ക് ഒന്ന് മുട്ടയെ പൊരിച്ചും കൂടി വെക്കാമായിരുന്നു, അത് ഓവറായി പോകില്ല, അതുകൊണ്ട് മുട്ടയൊന്നും പൊരിച്ച് വെച്ചില്ല. ഇത് പൊരിച്ചിട്ട് എന്തിനാണ്, ആരും തിന്നാനൊന്നുമില്ല, വെറുതെ തന്നെ മുട്ട കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇത്രയും ഇനി അതിൻ്റെ ഒരു കറി കൂടി ഉണ്ടായിരുന്നു, പക്ഷെ വെക്കാൻ മറന്നുപോയി. എന്താണെന്ന് വെച്ചാൽ ചെമ്മീൻ റോസ്റ്റ്. അത് ഞാൻ ചെയ്ത റോസ്റ്റല്ല, ഉമ്മച്ചി എനിക്ക് അപ്പുറത്ത് കുറച്ച് ചെമ്മീൻ റോസ്റ്റ് തന്നായിരുന്നു. അത് നമ്മുടെ മുറ്റത്ത് തന്നെയല്ലേ ഉമ്മച്ചിൻ്റെ വീട്. അപ്പോൾ ഉമ്മച്ചി അപ്പുറം ഇപ്പുറം ഇങ്ങനെ കറി ഷെയർ ചെയ്യും കേട്ടോ, എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ സ്പെഷ്യൽ ഉണ്ടാക്കുമ്പോൾ അങ്ങോട്ട് ഇങ്ങനെ ഷെയർ ചെയ്യും. അപ്പോൾ ഉമ്മച്ചി എനിക്ക് ചെമ്മീൻ റോസ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു. ആ ചെമ്മീൻ റോസ്റ്റ് എടുത്ത് വെക്കാൻ മറന്നുപോയി. പക്ഷേ കറിക്ക് എടുത്തു വിട്ടത് പൊതിന് കഴിഞ്ഞപ്പോഴാണ് കറിന് ഓർമ്മ വന്നത്. അങ്ങനെ ഫസ്റ്റ് പൊതി റെഡിയായി. ഇങ്ങനെ പേപ്പറൊക്കെ പൊതിന് കുട്ടപ്പനാക്കി വെച്ചിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളത് ചട്ടപടയെന്ന് പറഞ്ഞ് പൊതിഞ്ഞ് കാണിച്ചു.
ഇത് നിങ്ങൾ ഓരോന്നിങ്ങനെ സ്ലോ ആക്കി കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ ഇട്ടിട്ട് പോകുമെന്ന് അറിയാം. അതുകൊണ്ടാണ് സ്പീഡാക്കിയത്. ചെക്കട എന്ന് പറഞ്ഞ് പെട്ടെന്ന് നമുക്ക് സ്പീഡാക്കി എടുക്കാം. ഇതിൻ്റെ അടുത്ത് അതുവിനുള്ളതും ഒക്കെ ശരിയാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ 3 പൊതിയായിട്ടുണ്ട്. ഒരു പൊതി നിങ്ങളെ കാണിക്കാൻ വിട്ടുപോയി, മിസ്സിങ്, സോറി. ഇനിയിപ്പോൾ 4ാമത്തെ പൊതിയാണ്. ഇത് സൈഡിലെ ചോറ് ഇങ്ങനെയൊക്കെ നമ്മൾ സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ കൊതിയാണല്ലേ. എന്ത് ചെയ്യാം, നിങ്ങൾ ജോലിക്കൊക്കെ പോകണവരാണ് ഇങ്ങനെയൊക്കെ ഇച്ചിരി ഇതിലൊക്കെ ഉണ്ടാക്കിയിട്ട് കൊണ്ടുപോകട്ടെ. നല്ല ടേസ്റ്റാണ്. പാത്രത്തിൽ തിന്നണേക്കാൾ നല്ലതാണ്. വാഴയിൽ കിട്ടുമെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി. എളുപ്പമാണ്. കഴുകിക്കളയാൻ വേസ്റ്റ് ആ വാഴയിൽ കൊണ്ട് വേസ്റ്റ് തൊട്ടിട്ടിട്ട് കഴുകി പോരാലോ. അപ്പോൾ അത് ഐശു തന്നെ ഉദ്ഘാടനം ചെയ്യാണ്. വലിയ വാഴയിൽ ഐശുവിന് കിട്ടിയ വലിയ വാഴയിലാണ്. അത് എന്തെങ്കിലും പറയാം. ക്യാബേജിന് കണ്ടപ്പോഴേ പറയും എനിക്ക് ക്യാബേജ് വേണ്ട എന്നാണ് പറഞ്ഞത്. ഇതാണ് ചെമ്മീനെടുത്തത്. കുറച്ച് ഞാൻ തിന്നു. ബാക്കി നമുക്കിതാ വരിക്കരിക്കാന്ന് ഐശുവിന്. ഉമ്മ എനിക്ക് ക്യാബേജിക്ക് വേണ്ട, ഉമ്മ എനിക്കത് വേണ്ട. ഞാൻ പറഞ്ഞില്ല കൂടെ കുഴച്ച് തിന്നേ നോക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഉമ്മയ്ക്കത് വേണ്ട. അങ്ങനെ ചെമ്മീൻ ചിക്കനാണെന്നാണ് അവൾ വിചാരിച്ചത്. പക്ഷേ ചിക്കനല്ല, അത് മീൻ പൊരിച്ചത്, കേര പൊരിച്ചതാണ്. അവൾ വിചാരിച്ചു ചിക്കനാണെന്ന്. ചിക്കൻ പറഞ്ഞാൽ ചിക്കനല്ലടി, കേര പൊരിച്ചതാണ്. ചിക്കൻ പൊരിച്ച കഷ്ണം പോലെയല്ല കേര ഇരിക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ അവളത് കഴിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ മോനെയും പൊതിയൊക്കെ തുറന്നിട്ട് ഇവിടെ ഇവനെ ഇരുത്തിക്കഴിഞ്ഞാൽ ഇത് മൊത്തം ഇവിടെ പരപ്പിൽ മൊത്തം ഒക്കെ ഒന്നറിയാം. നല്ല ഷോയ്ക്ക് അവിടെ ഇരിക്കണമെന്നേ ഉള്ളൂ. മീൻ പൊരിച്ചാൽ മാത്രം തിന്നണുള്ളൂ. അവൾ എന്തിക്കും എനിക്കിതെല്ലാം കൂടി കറികളൊന്നും വേണ്ടത്. ഞാൻ പറഞ്ഞാൽ പറ്റൂല മോളെ, എല്ലാം കൂടി തിന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ക്യാബേജ് വേണമൊക്കെ ക്യാബേജ് ഇഷ്ടമല്ല. പറഞ്ഞില്ല പറ്റൂല മോളെ, തിന്നേ പറ്റുള്ളൂ. പൈസ മോൾ അൽഫിന് മോൾക്കാണെങ്കിൽ എൻ്റെ മുഖം കാണിക്കണ്ട എന്ന് നേരത്തെ പറഞ്ഞു. അപ്പോൾ അത് അൽഫി മോളുടെ ഏകദേശമൊക്കെ തീരാ, എല്ലാം കൂടി കുഴച്ച് തിന്നാറേ. ഇത് അൽഫി മോളും ഏകദേശമൊക്കെ ഇത്രയൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. അതിനിടയ്ക്ക് വെള്ളമൊക്കെ കുടിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയുള്ള ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.